ക്ഷമിച്ചായി സ്വീകരിക്കട്ടെ. ഇന്ന് ക്ലാസ്സിലെടുത്തതിൽ മുഴുവനും ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താ ഈ ജ്ഞാനമെന്ന് ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ ദൈവവചനം ജ്ഞാനമാണ്, ദൈവത്തോടുള്ള സ്നേഹം ജ്ഞാനമാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് ജ്ഞാനമുള്ളവർക്കാണ്. പിന്നെ ഐസിയാസിൻ്റെ ബുക്കും പിന്നെ വിശ്വം 6:14 കൂടെ ചേർത്തിട്ട് ആ കമ്പയർ സ്റ്റഡി ഒരുപാട് നന്നായി മനസ്സിലായി. പിന്നെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. പ്രഭാതത്തിലേക്കാൻ വളരെ മടിയുള്ളത് കൊണ്ട് അതൊരു ടെൻഷനാക്കി. പിന്നെ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല, ഭയമുണ്ടാവുകയില്ല, പിന്നെ ദുഃഖങ്ങൾ അധികം ഉണ്ടാവില്ല. ഉണ്ടാവാതിരിക്കും, അത് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ആ കൊച്ചിൻ്റെ 2 സിസ്റ്റേഴ്സ് പോകാൻ തുടങ്ങി. അവരുടെ ഉദാഹരണത്തിൽ നിന്ന് പറഞ്ഞ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. പക്ഷേ ബ്രദറിനെ പോലെയൊക്കെ അങ്ങ് ഉയർന്നു കഴിഞ്ഞാൽ അത്രയും നല്ല ഉത്തരങ്ങളൊക്കെ കിട്ടുള്ളായിരിക്കും കേട്ടോ. അത് വളരെ വിഷമമായിരിക്കും തോന്നുന്നു അവിടെ വരെ എത്താൻ. എന്നാലും എത്താൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എനിക്ക് ഏറ്റവും എന്നെ ഫീൽ ചെയ്തത് ഈശോ ബ്രദറിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന ആ വിഷന്, എന്നെ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതാണ്. അതായത് ജ്ഞാനം സ്വീകരിച്ചില്ലെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഈശോയുടെ കൈ തന്നെ ഇരുന്നത് വിങ്ങിക്കൊണ്ടിരിക്കുക. അമ്മയുടെ മുലപ്പാൽ അമ്മയുടെ മുലയിലിരുന്ന് വിങ്ങുന്നത് പോലെ വിങ്ങും. അപ്പോൾ ഞാനൊക്കെ അത് മേടിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈശോയ്ക്ക് വിഷമമാകും എന്നുള്ള ഒരു വെരി ഗുഡ്, താങ്ക് യു.